ലക്ഷ്യം പൊതുവിജ്ഞാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ്? ഷിയോനാഥ്. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആയില്യം തിരുനാൾ. മയൂരസിംഹാസനം നിർമ്മിച്ച ചക്രവർത്തി ആരായിരുന്നു? ഷാജഹാൻ. താജ്മഹലിന്റെ ശില്പി ആര്? ഉസ്താദ് ഈസ. CAGയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 148. ഏറ്റവും മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗിസ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ കീ. ഐസോട്ടോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് സോഡി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരിമണ്ണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഏതാണ്? ഗ്രീൻ ഇന്ത്യ. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് നദിയിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. മലയാളി മെമ്മോറിയലിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ആരായിരുന്നു? ഇബ്രാഹിം ലോധി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ. റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ സന്യാസി ആരായിരുന്നു? റാസ്പുട്ടിൻ. പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നാൽ എന്താണ്? പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ. ഇത് നിങ്ങളുടെ ലോകം. ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് ഇത്? ഐക്യരാഷ്ട്ര സംഘടന. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഹെഡ്സ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? നെയ്യാർ. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോട്. ഏത് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ധവള വിപ്ലവം സാധ്യമായത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം ഭരണം. കൊഴുപ്പു നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഏത് ഇന്ത്യൻ പട്ടണത്തെ ചുറ്റിയാണ് സിന്ധു നദി ഒഴുകുന്നത്? ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? ഡ്യൂപ്ലേ. ഇന്ത്യയിൽ ഏറ്റവുമധികം നികുതിദായകരുള്ള നഗരം ഏതാണ്? കൊൽക്കത്ത. കർഷകരുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത. ബാണാസുര മല ഏത് ജില്ലയിലാണ്? വയനാട്. രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കേശവപിള്ള. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ വിമാനം ഏതാണ്? സോളാർ ഇംപൾസ് 2. സുന്ദർബൽ ദേശീയോദ്യാനം എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വിജയ്ഘട്ട്. രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ SN മുഖർജി. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1760. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. സംസ്കാരത്തിന്റെ മൂശ എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? മെസപ്പട്ടോമിയൻ സംസ്കാരം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. അടരുന്ന ആകാശം ആരുടെ കൃതിയാണ്? ജോർജ് ഓണക്കൂർ.
ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്യൂൻ. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് ഏത് പ്രകാശത്തിലാണ്? മഞ്ഞ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയത് ആരായിരുന്നു? ശ്രീ ഇ.കെ. നായനാർ. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചാൾസ് ഡാർവിൻ. ഇന്ത്യയിൽ ഏറ്റവുമധികം കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം സ്പീക്കറായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? എ.സി. ജോസ്. കൂട്ടുകാരെ, നീല പശ്ചാത്തലത്തിൽ കാണുന്ന ഈ പതാക വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൻ്റെതാണ്. ഏത് സ്ഥാപനത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ?